ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡിയോ ബഹിഷ്കരണ ആഹ്വാനത്തിന് പുല്ലുവില കൽപ്പിച്ച് ജനങ്ങൾ. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിക്ക് ട്രോൾ മഴയാണ്. അവരുടെ ഭീകരവാദ ആശയങ്ങളും ജനങ്ങൾ ഉയർത്തി കാട്ടുന്നുണ്ട്. അനഘ അർഷൻ ചേരുന്നു. അനഘ, ഗുഡ് മോർണിംഗ്. അനഘ, കഴിഞ്ഞ ദിവസം അനഘയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO ആണ് ഇത്തരത്തിലൊരു ബഹിഷ്കരണ ആഹ്വാനവുമായി പ്രകടനം നടത്തിയത്. ഇന്നലെ ഞങ്ങളത് ഡിബേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിലവസാനം പൊതുവിൽ ഉയർന്നു വന്ന ഒരു അഭിപ്രായം എന്നത്, അതായത് ഈ സ്റ്റുഡിയോ സാധാരണ അവർ പബ്ലിസിറ്റി കൊടുക്കാറില്ല, ഒരു പരസ്യം പോലും കൊടുക്കാറില്ല. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി മാത്രമാണ് അവർക്ക് കിട്ടാറുള്ളത്. ഈ ഒരു ബഹിഷ്കരണ ആഹ്വാനത്തോടു കൂടി സ്റ്റുഡിയോ എന്താണ് എന്ന് ജനങ്ങൾക്ക് വ്യക്തമായി. അനഘ, എന്തായാലും സ്റ്റുഡിയോ അവർ ബഹിഷ്കരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു പശ്ചാത്തലത്തിൽ, കാരണം ഇന്ന് ബലിപെരുന്നാൾ ആണ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ എത്തും. ഒരുപക്ഷെ അതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും, കണക്കിലെടുത്തുകൊണ്ടായിരിക്കും വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള SIO, ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SIO അങ്ങനെ പെട്ടെന്നൊരു ബഹിഷ്കരണ ആഹ്വാനം നൽകിയത്. ഇന്നിപ്പോൾ ബലിപെരുന്നാൾ, നാളെ ഇനി എവിടെയാണ് ഈ ബഹിഷ്കരണ സമരവുമായി ഇവർ പോവുക? അനഘ, എന്താണ് വിശദാംശങ്ങൾ? ആദ്യമേ അനിൽ നമ്പാർ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO എന്ന് പറയുന്ന മത തീവ്രവാദ വർഗീയ സംഘടന പ്രതിഷേധം നടത്തിയ കോഴിക്കോടുള്ള സ്റ്റുഡിയോന് മുന്നിലാണ്. ഇവിടെ ഇരുന്നാണ് അവർ കുത്തിയിരുന്ന് സ്റ്റുഡിയോ ബഹിഷ്കരിക്കണം, പെരുന്നാളിന് ആരും തന്നെ ഇവിടെ നിന്ന് ഈ സ്റ്റുഡിയോയിൽ നിന്ന്, അതായത് എല്ലാ ഇന്ത്യയിലുള്ള ഒരു സ്റ്റുഡിയോയിൽ നിന്നും ഈ ഡ്രസ്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങരുത് എന്ന് ഘോരഘോരം പ്രസംഗിച്ച സ്ഥലമാണ് ഇവിടെ. എന്നാൽ അതിന്റെ ഏറ്റവും വലിയ സത്യം എന്തെന്നാൽ അതിനുശേഷം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിലക്കിന് പുല്ല് വിലയാണ് സാധാരണക്കാരായ ജനങ്ങൾ നൽകിയിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. ഇന്നലെയൊക്കെ ഈ സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ വലിയ തിരക്കായിരുന്നു. അതായത് ഈ വസ്ത്രങ്ങൾ വാങ്ങാൻ എല്ലാവരും മുൻപത്തേക്കാൾ കൂടുതൽ ആളുകൾ സ്റ്റുഡിയോയിൽ എത്തി എന്നതാണ് സ്റ്റുഡിയോ അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ സംഘടനയുടെ അല്ലെങ്കിൽ അവരുടെ ആശയത്തെ ഏത് രീതിയിലാണ് സമൂഹം കാണുന്നത് എന്നതുകൂടി ഇതിൽ നിന്ന് വ്യക്തമാക്കും. മറ്റൊന്ന്, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ബഹിഷ്കരണ ആഹ്വാനത്തോടുകൂടി ഈ സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ കൃത്യമായുള്ള മറുപടി ജമാഅത്തെ ഇസ്ലാമിക്ക് ഓരോരുത്തരും നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൈനു നമ്മോടൊപ്പം ചേരുകയാണ്. എന്തായാലും ഈ ജമാഅത്തെ ഇസ്ലാമി കൃത്യമായി എല്ലാ കാലത്തും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ പുതിയൊരു അജണ്ടയാണ് ഇത്തരത്തിൽ ഇന്ത്യയിലുള്ള ഇത്തരം കമ്പനികളെ ബഹിഷ്കരിക്കുക എന്നത്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? 2005 ലോകത്തിലെ ഇസ്ലാമിക തീവ്ര സംഘടനകൾ, മതഭീകര സംഘടനകൾ ഒന്നിച്ചു ചേർന്ന് എടുത്തൊരു തീരുമാനമാണ് BDS എന്ന് പറയുന്ന സംവിധാനം. ഇസ്രായേലിനെ അനുകൂലിക്കുന്ന സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും സ്ഥാപനങ്ങളെയും ബഹിഷ്കരിക്കുക, ഇസ്രായേലിൽ നിക്ഷേപ നിരോധനം സംഘടിപ്പിക്കുക, സാമ്പത്തിക ഉപരോധം സംഘടിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള സംവിധാനമാണ് ആഗോളതലത്തിലെ മതഭീകര സംഘടനകളുടെ പ്രവർത്തന പദ്ധതി. ഭാരതത്തിലെ അത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതഭീകര സംഘടന ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ടാറ്റയുടെ ഉൽപ്പന്നമായിട്ടുള്ള സ്റ്റുഡിയോക്ക് മുൻപിൽ അവർ നടത്തിയിട്ടുള്ള പ്രതിഷേധം എന്ന് പറയുന്നത്. പുത്തനുടുപ്പിൽ ചോരക്കറയോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജനമനസ്സിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ മനസ്സിൽ മത വിദ്വേഷമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന നടത്തിയിട്ടുള്ള പരിപാടിയിലൂടെ അവർ മുന്നോട്ട് വെക്കുന്നത്. എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമി മതഭീകര സംഘടനയാണ്, രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് എന്നുള്ള കാര്യത്തിൽ ഹിന്ദു ഐക്യവേദിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയത്തിൻ്റെയും അടിസ്ഥാനമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്ന അതുപോലെ തന്നെ പാകിസ്ഥാനിലും പ്രവർത്തിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ എങ്ങനെയാണോ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത്, പാകിസ്ഥാനെ ഒരു രാജ്യമായിട്ട് കണ്ടുകൊണ്ട് എങ്ങനെയാണോ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത്, ഇന്ത്യയെ ഒരു രാജ്യമായി കണ്ടുകൊണ്ട് എങ്ങനെയാണോ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത്, അതേപോലെ തന്നെ കാശ്മീരിലും
ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതായത് ഇന്ത്യയെ ഒരു രാജ്യമായി കാണുന്നത് പോലെ, പാകിസ്ഥാനെ ഒരു രാജ്യമായി കാണുന്നത് പോലെ, കാശ്മീരിനെയും ഒരു രാജ്യമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന മതഭീകര രാജ്യദ്രോഹ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവർ പുതിയ വേഷത്തിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഖം മൂടി അണിഞ്ഞിട്ടുള്ള തീവ്രവാദ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ തന്നെയാണ് അനിൽ നമ്പ്യാർ. എല്ലാ കാലത്തും എല്ലാ സമയത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് അത് രാഷ്ട്രവിരുദ്ധമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2047 അത് മുസ്ലിം രാജ്യമാക്കും, ഈ ഭാരതത്തെ മുസ്ലിം രാജ്യമാക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. എന്തായാലും അവരുടെ പുതിയ അജണ്ടയായിരുന്നു ഇത്തരത്തിൽ ടാറ്റ പോലുള്ള കമ്പനികളെ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം. അതിനവർ തെരഞ്ഞെടുത്ത സമയം അത് പെരുന്നാൾ അടുപ്പിച്ചിരിക്കുന്ന സമയമാണ് എന്നതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും ജമാഅത്തെ എന്തായാലും ബഹിഷ്കരണ ആഹ്വാനം വന്നതോടുകൂടി സ്റ്റുഡിയോ ആ സംവിധാനം വിജയിച്ചു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി വീഡിയോകൾ കണ്ടു. ഫേസ്ബുക്കിൽ ആവട്ടെ, ഇൻസ്റ്റയിലാവട്ടെ, അതുപോലെ വാട്സപ്പിൽ ആവട്ടെ, വീഡിയോകൾ ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുകയാണ്. കാരണം സ്റ്റുഡിയോയുടെ എല്ലാ ഷോറൂമുകളും, പ്രത്യേകിച്ച് മലപ്പുറത്തും കോഴിക്കോടും ഒക്കെയുള്ള ഷോറൂമുകളിൽ വലിയ ജനത്തിരക്ക് കണ്ടു. ഇപ്പോൾ സ്വാഭാവികമായി ഈ ചുരുങ്ങിയ വിലയ്ക്ക് നല്ല വസ്ത്രങ്ങൾ കിട്ടുന്നത് മാത്രമേ ജനങ്ങൾ നോക്കാറുള്ളൂ, അല്ലേ? ക്വാളിറ്റി നോക്കും. പൈസ കുറവാണെങ്കിൽ അവർ ഇടിച്ചു കയറി വാങ്ങും. അവിടെ ജാതിയും മതവും ഒന്നും നോക്കാറില്ല. പൊതുവിൽ അങ്ങനെയാണ്. പക്ഷേ ഈ സ്റ്റുഡിയോ എന്താണ് എന്ന് അറിയാൻ ഈ ഒരു വിവാദം സഹായകരമായി എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അനിൽ നമ്പ്യാർ. അതായത് സ്റ്റുഡിയോയെ കുറിച്ച് പലർക്കും അറിയാമായിരുന്നു, പക്ഷെ ഇത് ടാറ്റയുടെ വസ്ത്രനിർമ്മാണ ശൃംഖലയാണ് എന്ന് പലർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആ പ്രതിഷേധ പ്രകടനവും ഈ ടാറ്റ ഈ ഇത്തരത്തിൽ സ്റ്റുഡിയോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുത് എന്ന ആഹ്വാനത്തോടു കൂടിയാണ് പലർക്കും ഇത് ടാറ്റയുടെ വസ്ത്രനിർമ്മാണ ശൃംഖലയാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിലെ കമന്റുകളൊക്കെ തന്നെ ഇനി അങ്ങോട്ട് സ്റ്റുഡിയോയിൽ നിന്ന് മാത്രമേ തങ്ങൾ വസ്ത്രം എടുക്കൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല ഈ സ്റ്റുഡിയോയിൽ ജമാഅത്തെ ഇസ്ലാമി ഇത്തരത്തിലൊരു ആഹ്വാനം നടത്തിയതിനു ശേഷവും ഈ സ്റ്റുഡിയോയിൽ നിരവധി ആളുകൾ ഈ പെരുന്നാളിനോടനുബന്ധിച്ചൊക്കെ തന്നെ ഇന്നലെയൊക്കെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇപ്പോൾ ഈ സ്റ്റുഡിയോ അടഞ്ഞു കിടക്കുകയാണ്. ഒരു 11 മണിയോടുകൂടി മാത്രമേ സ്റ്റുഡിയോ തുറക്കുകയുള്ളൂ. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. വലിയൊരു ജനത്തിരക്ക് തന്നെ ഈ സ്റ്റുഡിയോയിൽ നിന്ന് ആ സമയത്ത് കാണാൻ കഴിയും. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പുതിയ അജണ്ട, ആ അജണ്ട നടപ്പിലാക്കാൻ അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ തന്നെ വിദ്യാർത്ഥി സംഘടനയായ SIO ആണ്. എന്തായാലും അതിനോട് ജനങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആഹ്വാനത്തിന് പുല്ല് വിലയാണ് പൊതുസമൂഹം നൽകിയിരിക്കുന്നത് എന്നതാണ് വാസ്തവം. അനിൽ നമ്പ്യാർ, SIOയുടെ ഭാരവാഹികൾ ഇന്നലെ പറഞ്ഞത് പ്രതീകാത്മക സമരം എന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡിയോ ബഹിഷ്കരണം പ്രതീകാത്മകം എന്നാണ് അവർ പറഞ്ഞത്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബലിപെരുന്നാളാണ്. പെരുന്നാൾ കഴിഞ്ഞാൽ ഇനി ഏത് സ്ഥാപനത്തിലേക്കായിരിക്കും ഇവരുടെ പ്രതിഷേധ മാർച്ച് എന്ന് കണ്ടറിയാം. എന്തായാലും ജമാഅത്തെ ഇസ്ലാമി ഈ സ്റ്റുഡിയോ ബഹിഷ്കരണത്തിലൂടെ സ്റ്റുഡിയോയ്ക്ക് വലിയ പബ്ലിസിറ്റിയാണ് നൽകിയത്. സ്റ്റുഡിയോ അധികൃതർ പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയോടാണ്. അനഖയാണ് വിവരങ്ങൾ നൽകിയത്.